ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു പഴയ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് കുമ്പളങ്ങയും കുറച്ചൊരു 3-4 വെണ്ടക്കായും ഒരു സവാളയും പിന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ മത്തങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഏത് വെജിറ്റബിൾ വെച്ചെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ള മുളക് പൊടി നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് കേട്ടോ. എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് പച്ചക്കറി മുങ്ങി കിടക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. മൂടി വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ചാറൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് സാമ്പാറിലൊക്കെ ഒഴിച്ചു കൊടുക്കില്ലേ, ആ പുളിയാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് വീണ്ടും നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ പുളിയെല്ലാം ഈ പച്ചക്കറിയിൽ നന്നായിട്ട് പിടിക്കണം. കണ്ടോ, ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കറക്റ്റ് വറ്റി പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേപ്പില പൊട്ടിത്തെറിക്കും കേട്ടോ. ഇനി താളിപ്പ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇത് മൂടി വെക്കുക. ചൂടാറിയതിന് ശേഷം എടുത്തിട്ട് ഉപയോഗിക്കുക. ചോറിൻ്റെ കൂടെ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു കുറച്ച് ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കഴിക്കാനായിട്ട് ഇത് പണ്ടൊക്കെ വീടുകളിൽ വെച്ചിരുന്ന ഒരു കറിയാണ്, മുളകൂഷിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.